നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കളം നിറഞ്ഞ രാഷ്ട്രീയം. സ്വതവേ രാഷ്ട്രീയം ഭക്ഷിക്കുന്ന മലയാളി ഇനി കൂടുതൽ ഭക്ഷിക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഇന്ത്യ ആര് ഭരിക്കണമെന്നാണോ, അതെയോ ഭാവി ഇന്ത്യ എന്തായിരിക്കണമെന്നാണോ? വരും ദിവസങ്ങളിൽ മലയാളി ദേശീയ രാഷ്ട്രീയത്തിന് മുമ്പിൽ വെക്കുന്ന ചൂണ്ടുപലക എന്താണ്? ഇതാണ് ഞാൻ മലയാളി ഈ എപ്പിസോഡിൽ ചർച്ചക്കെടുക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ PC ജോർജ്, കേരള ജനപക്ഷം സ്ഥാപകൻ, അഡ്വക്കേറ്റ് A റഹീം, DYFI സംസ്ഥാന സെക്രട്ടറി, ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJP നേതാവ്, ഡോക്ടർ J പ്രഭാഷ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ശ്രീ P രാമഭദ്രൻ, ദളിത് നേതാവ്, ശ്രീ ലാൽകുമാർ, സാമൂഹ്യ നിരീക്ഷകൻ, ആര്യ അനിൽ, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ പരിച്ഛേദമായി കുറെ ആൾക്കാർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PC ജോർജ്, മുമ്പൊരു ഷോയിൽ ഞാൻ വിചാരിച്ചിരുന്നത് ശ്രീ PC ജോർജും മകൻ ഷോൺ ജോർജും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കളത്തിൽ നിറഞ്ഞു നിൽക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേർ വിചാരിച്ചിരുന്നു. താങ്കൾ കളം കാലിയാക്കി, മകൻ കളത്തിലേക്ക് പ്രവേശിച്ചുമില്ല. തെറ്റുപറ്റി, എനിക്ക് തെറ്റുപറ്റി. തീർച്ചയായിട്ടും. കാരണം കേരളം നിറഞ്ഞ് 20 നിയമത്തിൽ ഞാൻ ഉറഞ്ഞു തുള്ളി ആടാൻ പോവുക, പേടിക്കണ്ട. ആ ഉറഞ്ഞാടല് ശരത്തിന് അനുകൂലമാണോ, റഹീമിന് അനുകൂലമാണോ, എന്റെ സ്നേഹിതൻ പത്മകുമാർക്ക് അനുകൂലമാണോ? ഞാൻ ജനത്തിന് അനുകൂലമായിരിക്കും. ജനത്തിന് അനുകൂലം, ജനപക്ഷമാണ്. ജനപക്ഷം. ജനപക്ഷം സ്ഥാപകൻ. ഈ ദേശീയ രാഷ്ട്രീയം മാത്രം നോക്കേണ്ടതല്ല ഈ തെരഞ്ഞെടുപ്പ്. കാരണം ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട മോദി വേണോ, ബഹുമാനപ്പെട്ട അല്ല നമ്മുടെ രാഹുൽ വേണോ. അതുപോലെ സംസ്ഥാന പാർട്ടികൾ വരുന്നുണ്ട്. ത്രികോണ മത്സരത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നത് ത്രികോണ മത്സരത്തിലേക്ക് എത്തി. എന്താ വെച്ചാൽ പത്മകുമാർ വളരെ വിഷമിച്ച് തന്നെ സ്ഥാനാർത്ഥികളെ ഇറക്കി തുടങ്ങി. അപ്പോ ഞാൻ ഇവിടെ കേരളത്തിൽ കാണുന്നത് എന്താണെന്നറിയാം. ബട്ടാസെ ഇഷ്ടപ്പെടത്തില്ല, എന്നോട് ക്ഷമിക്കുക, പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണം, അതായിരിക്കും ചോദ്യം. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഇതുണ്ട് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ ജോലി ചെയ്തോണം. PC ജോലി ചെയ്യും. ഈ കേരളം മുഴുവൻ പ്രസംഗിക്കാൻ പോയി എന്ത് ചെയ്യുന്ന ഞാൻ നോക്കട്ടെ. അതായത് വിശ്വാസം സംരക്ഷിക്കപ്പെടണം, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനെതിരെ നിൽക്കുന്നത് ആര്? അതിനുവേണ്ടിയുള്ള പോരാട്ടമായിരിക്കും. അപ്പം പത്മകുമാറുമായിട്ട് കൈ കൊടുത്തൊരു പോക്കാണ് ഇനി വരും ദിവസങ്ങളിൽ. ഇല്ല, എനിക്ക് ഒരു കൈ കൂടെ ഇല്ല, ആരുമായിട്ടും ഇല്ല. അതൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് ഹിന്ദിയിൽ പറഞ്ഞ പോലെ കോയി ലേനാ ദേനാ നെഹിയേ. ഞാൻ ഈ PC ജോർജ് കുറച്ച് ഹിന്ദി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള. എന്താ കാരണം തോടാസെ ബോൾ സക്തേ എന്ന കാരണം വെച്ചാൽ ഈ PC ജോർജ് പോയി കഴിഞ്ഞാൽ എനിക്ക് ബലമായ ഒരു വിശ്വാസം ഈ UP രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരാളാണ്. എന്താ കാരണം അവിടെ ഈ തോക്കൊക്കെ വളരെ ആവശ്യമായ സാധനമാണ്. എനിവേ, റഹീം, വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. ശ്രീ PC ജോർജ് പറയാതെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതായത് കേരളം മാത്രമല്ല, കേരളത്തിന് സവിശേഷതയുണ്ട്. പക്ഷേ ഇടതുപക്ഷ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്, ഡിസൈസീവ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. ഇനി ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കളം നിറഞ്ഞാടുക എന്ന് പറഞ്ഞു. കളം നിറഞ്ഞാടാൻ ഇനിയും തിരഞ്ഞെടുപ്പുകൾ വേണ്ടേ ശ്രീ PC?
തിരഞ്ഞെടുപ്പ് തന്നെ 2024 മുതൽ ഉണ്ടാകില്ല എന്ന് സാക്ഷി മഹാരാജ് തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതവരുടെ ചെറിയ ആളല്ല. അപ്പോൾ കളം നിറഞ്ഞാടുമ്പോൾ ശ്രീ PC ഒരു കാര്യം ഓർമ്മിച്ചോളണം, ഇനിയും കളം നിറഞ്ഞാടാൻ കളം ഇവിടെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർ വരുന്ന പ്രശ്നം കളം നികത്തിക്കളയും. അപ്പോൾ വരുന്നത് കളമുണ്ടാകില്ല. അപ്പോൾ കളം തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ കാണുന്ന നമ്മുടെ ജനാധിപത്യ ക്രമത്തിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ സ്വതന്ത്രമായി ഞാൻ സംസാരിക്കാൻ പോവാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം താങ്കൾക്ക് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ പോലും നടത്താൻ കഴിയുന്ന ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇന്ത്യൻ ഭരണഘടന അവിടെ ഉള്ളതുകൊണ്ടാണ്. ആ ഭരണഘടനയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന കാഴ്ചകളാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ചല്ല ക്രൂഷ്യൽ, മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പ് PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. നിങ്ങൾക്ക് ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം യുവത്താഞ്ചിയുടെ തന്റെ ഇടം വേണം. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി പോരാടണം. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ, PC ജോർജ്. ഞാൻ ശരത്തിലേക്ക് വരാം. ശരത്തെ, എനിക്ക് ശരത്ചന്ദ്ര പ്രസാദ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട സ്നേഹിതനാണ്. പക്ഷേ ഇപ്പം ഞാൻ ശരത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് എവിടുന്നാന്ന് അറിയില്ല, എൻ്റെ മനസ്സിലൊരു വെള്ളിടി. എന്താ കാരണം വെച്ചാൽ 2004 ജൂണിലെ ഒരു ദൃശ്യം എൻ്റെ മനസ്സിലേക്ക് വരിക. 2004 ജൂൺ, അതായത് ജേക്കബ് ജോർജിൻ്റെ മനസ്സിൽ പെട്ടെന്ന് കിട്ടി. അതായത് 1.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ദിരാഭവനിന് മുമ്പിൽ നടന്നൊരു രംഗം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതിലെ നായകനും പ്രതിനായകനും സ്ഥാനാർത്ഥികളായി എൻ്റെ സ്നേഹിതൻ ശരത്ത് എന്തേ ആകാത്തത്? ഇതാണ് എൻ്റെ മനസ്സിലൊരു വിങ്ങല് പോലെ വരികയാണ്. ശരത്തെ, ഞാനിപ്പം വന്നതാ. അതാ ഞാൻ പറഞ്ഞോളാം. എൻ്റെ ജാതകത്തിന് ഒരു 6 മാസം കൂടെ ഉണ്ട്. 6 മാസം ഒന്ന് മാറിക്കിട്ടാനായിട്ട്. അത് വിശ്വാസമാണ്. PC ജോർജ് പറഞ്ഞ വിശ്വാസം സംരക്ഷിക്കണമെന്നാണ്. വിശ്വാസമാണ്. പോട്ടെ, വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ യോഗമുണ്ട്, നിയോഗമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്രീ K മുരളീധരന് വടകരയിലേക്കുള്ള ഒരു നിയോഗം, അത് കേരളത്തിലെ കോൺഗ്രസിന് ഒരു മൃതസഞ്ജീവനി പോലെയായിരുന്നു. ഒരു സംശയം വേണം. ഞാനൊന്നും പറഞ്ഞു 2004 കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ മുരളിയിലേക്ക് പോയതിനാ ഞാൻ ചോദിക്കട്ടെ, MV രാഘവനെ ഈ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അവസാനം MV രാഘവൻ അവസാനം ഞങ്ങൾ എടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? MV രാഘവന്റെ മകനെ LDF സ്ഥാനാർത്ഥി. അതിനേക്കാൾ പ്രത്യയശാസ്ത്രപരമായി ഉണ്ടായ CPM-നകത്തുള്ള യുദ്ധത്തിനേക്കാൾ വലുതല്ലല്ലോ ഞാനും മുരളിയായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഞാൻ വെറുതെ ഒരു തീയതി പറഞ്ഞു നോക്കിയത്. അപ്പൊ സംഭവം പുറത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദ് തിരുത്തിരിക്കുന്നത്, റഹീം തിരുത്തിരിക്കുന്നത് ഇല്ല. ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ നിൽക്കുന്നവരാ. കാരണം നമ്മുടെ മോദിയെ തകർക്കണം. നമ്മുടെ മോദിയാ പ്രധാനമന്ത്രി നമ്മളതല്ലേ? അത് വളരെ ക്ലിയർ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ബ്രിട്ടാസ് ആണ്, നമ്പർ ബ്രിട്ടാസ്. അത്രേ ഉള്ളു. നിങ്ങള് ഈ സീറ്റ് തർക്കം ഉണ്ടാക്കാതെ നിങ്ങൾ അങ്ങ് വീതിച്ചങ്ങ് എടുത്താൽ പോരെ. എന്തിനീ വഴക്കുണ്ടാക്കുന്നു? അല്ല, പത്മകുമാർ എടുത്താൽ പോരെ. ഇപ്പൊ പത്മകുമാറിന് ഏറ്റവും കൂടുതൽ അലോസരപ്പെടുന്ന ഈ PC ജോർജ്മാരെ പോലുള്ള ആൾക്കാര് നമ്മുടെ മോഡി എന്ന് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞ ചിലർ വന്നതാണ് ഇപ്പൊ പത്മകുമാറിന് ഇവിടെ കേരളത്തിൽ ആകെ പ്രതിസന്ധിയായത്. അങ്ങനെ വന്ന ശരത്തിന് ചില സ്നേഹിതന്മാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് മുതിർന്ന നേതാക്കൾ അങ്ങോട്ട് ഔട്ടായി പോയി. ശരത്തെ, നമ്മളെ കേന്ദ്രമന്ത്രി അബദ്ധമായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ MLA സ്ഥാനം രാജിവെച്ച് കേന്ദ്രമന്ത്രിയാകാൻ പോയത് അബദ്ധമായി പോയി. പുള്ളി പറയുന്നത് എന്താണ്, കൊല്ലത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും വേറെ എവിടെയോ നിൽക്കുന്നതാണ് നല്ലത്, മലപ്പുറത്ത് നിൽക്കുന്നതാണ് പറയേണ്ടി വന്ന ഒരു കേന്ദ്രമന്ത്രി. പത്മകുമാർ ഇങ്ങനെ പലരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പത്മകുമാറെ, നിങ്ങൾക്കാണ് PC ജോർജിനെ പോലുള്ള ആൾക്കാരുടെ നല്ല പിന്തുണയുണ്ടായിരുന്നു ആചാര സംരക്ഷണത്തിന്റെ പേരിൽ. അതെ, ആ പേരിൽ അത് വേണ്ട, ഒരിക്കലും ആക്കില്ല. ഞാൻ എന്റെ സ്നേഹിതനായത് കൊണ്ടുള്ളൊരു സാഹചര്യം അറിയാം. പറയും പത്മകുമാർ. ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ റഹീം പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഏകീകൃത ചിഹ്നം വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി ഒരു ഏകീകൃത ചിഹ്നം വെച്ച് മത്സരിക്കാൻ പറ്റാതെ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, അതിൻ്റെ രാഷ്ട്രീയ ശക്തി അറിയാം. 18% ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് 1-2% താഴെ വന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷയ്ക്ക് അല്ല ഓട്ടോറിക്ഷയ്ക്ക് നോക്കി പറഞ്ഞു ഓട്ടോറിക്ഷയ്ക്ക് നാഷണൽ പെർമിറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ നാഷണൽ പെർമിറ്റ് ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓട്ടോറിക്ഷ അതുവരെ അത് ഓടാൻ കഴിയുന്നില്ല.
പിന്നെ ഈ PC പറഞ്ഞാണ് ഏറ്റവും കറക്റ്റ്. വളരെ പ്രസക്തമായ ഒരു കാര്യം. ഇവരെന്തിനാ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മുന്നണികളുടെ പ്രസക്തി എന്താ? ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങൾ പറയുന്നത് ചിലപ്പോൾ കോൺഗ്രസും BJP നമ്മുടെ മാർക്സിസ്റ്റും അല്ലെങ്കിൽ മാർക്സിസ്റ്റും കോൺഗ്രസും കൂടെ ഐക്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയമാകാം. കഴിഞ്ഞ ദിവസമല്ലേ ഇവരുടെ പാർട്ടിയുടെ ഒരു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പാർട്ടി സമ്മേളനത്തിൽ LDFന്റെ കൺവെൻഷനിൽ PV അൻവർ പറഞ്ഞ എന്താ? ഞാൻ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ്, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ഇവരുടെ സ്ഥാനാർത്ഥി പറഞ്ഞു. അതിലപ്പുറം ഇനി വേറൊരു തെളിവ് വേണം. അപ്പൊ അതാണ് ഉദ്ദേശമെങ്കിൽ ഈ നമുക്ക് നേരിട്ട് മത്സരിക്കാം. NDA ഒരു സൈഡിലും മറ്റു നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇപ്പൊ രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ PC ജോർജിനോട് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടെ സംസാരിക്കണം, അങ്ങോട്ട് പോകുന്നവർ ഇവിടെയാണ് വേണ്ടത് ഇവിടെ ഇപ്പൊ കേരളത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ പത്മകുമാർ, അതായത് BJPയുടെ എന്താ പറയാ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമസ്യ എന്ന് പറയുന്നത് ഇത്രയും സാഹചര്യങ്ങൾ വന്നപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ ഇനി ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ശരത്തെ ഇനി മുമ്പോട്ട് നോക്കി അല്ലല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക. ഞങ്ങളെ ഇപ്പോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇനി 19ലും 24ലും ഞങ്ങൾ തന്നെ ഭരിക്കുമെന്ന് ഉറപ്പുള്ളൊരു ഇരുന്നോട്ടെ. അത് ഞാൻ മറുപടി പറയാം. കേട്ടോ, ഈ BJPക്കകത്ത് നേതാക്കന്മാർ സ്ഥാനാർത്ഥിയാകാൻ നടക്കുന്നുള്ളതാ അവരുടെ കുഴപ്പം. മനസ്സിലായില്ലേ? ഇതുപോലെ പത്മകുമാറിനെപ്പോലുള്ള ചെറുപ്പക്കാരെ പിടി സ്ഥാനാർത്ഥിയാക്കുന്നത് ഇത് ഈ ഔദ്യോഗിക സ്ഥാനമുള്ളവരെല്ലാം കൂടെ ഇങ്ങനെ നടക്കുക സ്ഥാനാർത്ഥിക്കാൻ. BJPയുടെ ഏറ്റവും വലിയ ഗതികേടതാ. അതിപ്പോ കേന്ദ്രത്തിൽ നിന്ന് തലവെട്ടി വിട്ടിട്ടുണ്ട്, അത് വേറൊരു കാര്യം. കൊടുത്തു കമ്മ്യൂണിക്കേഷൻ അയച്ചിരുന്നോ ഇമാരെ ഒന്നും? എന്നോട് ചോദിച്ചിടത്തെല്ലാം എന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ആര് ചോദിച്ചാലും, അത് കോൺഗ്രസ്സുകാരൻ ചോദിച്ചാലും പറയും. തിരിച്ചു വരാം. പ്രസക്തമായ രണ്ടുമൂന്ന് പോയിന്റുകൾ നടത്തിയാൽ തിരിച്ചെന്തായാലും വരും. പ്രഭാഷ്, ഞാൻ ആദ്യം എൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ ആര് ഭരിക്കണം, ഒന്ന് ഇന്ത്യ എന്തായിരിക്കണം, ഇന്ത്യ എന്ന ആശയം എന്തായിരിക്കണം, ഇതൊക്കെയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്ന ചോദ്യം. തീർച്ചയായിട്ടും ഇതിനകത്ത് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഈ ഇന്ത്യൻ ഭരണഘടന മൂല്യങ്ങൾ സംരക്ഷിക്കുക, വിശ്വാസത്തിലുപരി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാര്യം വിശ്വാസം തന്നെ നൽകുന്നത് ഭരണഘടനയാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തിരഞ്ഞെടുപ്പ്, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പ്. അവസാനം ആണ് ഈ ബ്രിട്ടാസ് പറഞ്ഞ ഇന്ത്യ എന്ന ആശയം. ഇന്ത്യ എന്ന ആശയം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമാണോ അതോ അല്ലയോ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണലാണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇവിടെ ആര് പ്രധാനമന്ത്രിയാകണം, ഏത് പാർട്ടി ഭരിക്കണം എന്നതിലുപരിയായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം എങ്ങനെയായിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നില്ല, ഇപ്പോഴാണ് ഉയർന്നു വന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ആചാര സംരക്ഷകനായ ശ്രീ PC ജോർജ് അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചകൾ മുമ്പോട്ട്. ഞാൻ ആചാരത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അല്ല, PC ജോർജും ജേക്കബ് ജോർജും ഒരു തെറ്റിദ്ധാരണ തിരുത്താം. ഈ ജാതി സംബന്ധമായി പറയരുതെന്നുള്ളതാണ് മര്യാദ. ശബരിമലയിലെ ആചാരം എന്ന് പറയുന്നത് ജാതിയില്ല. അതിനകത്ത് ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, സായിപ്പുണ്ട്, ഈശ്വരമുണ്ട്, സർവമതം എല്ലാവരും ഉണ്ട്. അവിടുത്തെ ആചാരത്തിനാണ് പ്രാധാന്യം. ഇതിനകത്തെ ഒരു കാര്യം ഓർക്കേണ്ടത്, കേരളത്തിലെ എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയമായ ഒരു ചേരിതിരിവാണ് കേരളത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെ. ആത്യന്തികമായിട്ട് LDFും UDFും തമ്മിലുള്ള മത്സരമാണ്, പോരാട്ടമാണ്. ഇതുവരെയും ഉള്ളത് എങ്ങനെയാണല്ലോ. ഇതിനിടയ്ക്ക് BJP ശ്രമിക്കുന്നത് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു സീറ്റ്, 2 സീറ്റ്, അല്ലെങ്കിൽ A+ കുറെ കാറ്റഗറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. A+ കാറ്റഗറിയിൽ പത്മകുമാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, പിന്നെ തൃശ്ശൂർ ഉൾപ്പെടുത്തി 3 A+ ആണ്. പാലക്കാട് Aയിൽ വരികയുള്ളൂ അല്ലെ പത്മകുമാർ? പാലക്കാട് എങ്ങനെ Aയിലാണോ A+ ആണ്? ഞങ്ങൾ 20 A+. അപ്പൊ ഈ രാഷ്ട്രീയമുള്ള കളവ് പറയുമ്പോ എന്റെ മുഖത്ത് നോക്കില്ല, അതാണ് ക്യാമറ അവിടെ ഒന്നും ഇല്ല. അല്ല പത്മകുമാർ നിഷ്കളങ്കൻ, എന്താ അറിയാം, കളവ് പറയുന്ന സമയത്ത് എന്റെ മുഖത്ത് നോക്കും. രാഷ്ട്രീയമുള്ള കേരളീയരെ ഇപ്പോൾ തന്നെ ചേരി തിരിഞ്ഞ് നിൽക്കുകയാണ്. അവരുടെ മനസ്സിൽ രാഷ്ട്രീയമുണ്ട്.
അതുകൊണ്ട് അവരെ ഒന്നും പഠിപ്പിക്കേണ്ട. ഈ പ്രചാരണം കൊണ്ട് വീഴുന്നത് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടല്ലോ, അവരെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുള്ളൂ. അത് ഇവിടെ വരെ അതിനുള്ള ഘടകങ്ങൾ എത്ര പെർസെന്റേജ് ഉണ്ടാവും? പക്ഷെ ജേക്കബ് ജോർജ് അത് വർദ്ധിച്ചു വരുവാണ്, ഇപ്പോൾ പിന്നെ വർദ്ധിച്ചു വരുവാണ്. അതായത് ഒരു ചേരിയിലില്ലാത്ത ആൾക്കാരുടെ പിന്നെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സർവേകളിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടല്ലോ, ആ ചേരിതിരിവ് തന്നെ ആയിരിക്കും കേരളത്തിൽ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴേക്കും അല്ലെ. ശ്രീ രാമഭദ്രൻ ദളിത് നേതാവ് ശരത്ചന്ദ്ര പ്രസാദിന്റെ സഹപ്രവർത്തകനായിരുന്നു, സഹപോരാളിയായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് ശ്രീ രാമഭദ്രന് ശരത്തിനോട് വലിയ പത്തി. ആദ്യം ശ്രീ ബ്രിട്ടാസിനോട് എനിക്കൊരു പ്രതിഷേധമുണ്ട്. 10-50 വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന എന്നെ ഒരു ദലിത് പ്രവർത്തകനായിട്ട് പരിമിതപ്പെടുത്തിയതിനകത്ത് എനിക്ക് കോൺഗ്രസിനകത്ത് ഹരിജൻ നേതാവായിട്ടും ദളിത് നേതാവായിട്ടും അധകൃത നേതാവ്, അത് കോൺഗ്രസ്സുകാർക്കാന്നെ അധകൃതൻ, അനധികൃതൻ, അധംകൃതൻ അത് പറയാൻ പോലും അറിയത്തില്ല. ഇതെല്ലാം കേട്ട് സഹിച്ച് ശ്രീ പിണറായിയായിട്ടും ശ്രീ കാനുമായിട്ടൊക്കെ ഒന്ന് സഹകരിക്കാമെന്ന് വിചാരിക്കുമ്പം ബ്രിട്ടാസും കൂടി ഇങ്ങനെ തുടങ്ങിയാൽ അത് ശരി. ഒരു സെക്കൻഡ്, പരിമിതപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞോളൂ. രാമഭദ്രൻ ഞാൻ ശ്രീ രാമഭദ്രൻ പറയുന്ന പോയിന്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഒരു റീജോയിൻഡർ പറയട്ടെ. താങ്കൾ ദളിത് ഫെഡറേഷൻ നേതാവ്, പ്രസിഡന്റാണ്. ദളിത് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയ ഒരാളെ ദളിത് നേതാവ് എന്ന് വിളിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പരിമിതപ്പെടുത്തിയെന്നേ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഞാൻ എന്റെ ഭാഗമെന്ന് ഞാനൊരു രാഷ്ട്രീയ മീമാംസ വിദ്യാർത്ഥിന് പറയട്ടെ. ഇന്ന് ഇന്ത്യയുടെ യാഥാർത്ഥ്യത്തിൽ ദളിത് നേതാവ് എന്ന് പറയുന്നത് ചുരുക്കലല്ല, അതൊരു വികാസമാണ്. അവർ ഉൾക്കൊള്ളണം. അത് അവർ ഉൾക്കൊള്ളണം. ഹാപ്പിയായി ഉൾക്കൊള്ളണ്ടേ? ഉൾക്കൊള്ളണം. ഇനി ശ്രീ രാമഭദ്രൻ എന്നെ കുറിച്ച് പറഞ്ഞത് പിൻവലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ. അല്ല, ഈ ദലിതെന്നുള്ളതിന്റെ വിശാല അർത്ഥം താങ്കൾ മനസ്സിലാക്കിയതിൽ സന്തോഷം. പലർക്കും അത് അറിയത്തില്ല, പലരും ധരിച്ചു വെച്ചേക്കുന്നത്. രാമഭദ്രൻ ഞാൻ എത്രയോ കാലം ഉത്തരേന്ത്യയിൽ ജീവിച്ച ആളാണ്. എനിക്ക് മഹത്വവും അതിന്റെ ഒരു വികാസവും വലിപ്പവും എനിക്കറിയാം. ഞാൻ ആ വലിപ്പത്തിലാണ് താങ്കളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലും രാഷ്ട്രീയ പോരാട്ടത്തോടൊപ്പം തന്നെ ജാതീയമായ പോരാട്ടവും അരങ്ങേറാൻ പോവുകയാണ്. 2, ഇതുവരെ കളത്തിൽ വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ 90% കട്ടയ്ക്ക് പിടിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരു സ്ഥാനാർത്ഥി നമുക്ക് ഇല്ലാതായിപ്പോയി, അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. അദ്ദേഹം പ്രഖ്യാപിച്ചാണ്, പക്ഷെ പിന്നീട് പിൻവാങ്ങി. ആരായിരിക്കാം? ഇല്ലല്ലോ, ഈ സഭയിലില്ലല്ലോ. ഞാൻ പറയാം. പിന്നെ എന്റെ സ്നേഹിതൻ ശരത്ചന്ദ്ര പ്രസാദ് എന്നും ഇങ്ങനെ അവഗണിക്കപ്പെടുക, എന്നെ പോലെ തന്നെ. താങ്കളുടെ ആ 3 കണ്ടുപിടുത്തം ഉണ്ടല്ലോ, അത് വളരെ എന്റെ രാമഭദ്രൻ ചേട്ടാ, ഞാൻ ഇവിടെ നിന്നപ്പോൾ ഒരു വെള്ളിടി പോലെ എനിക്ക് സത്യം പറഞ്ഞു. ഞാൻ ഒരു പ്രിപ്പറേഷൻ നടത്തിയില്ല, ഒരു കുറിപ്പുമില്ല. മരത്തിൽ 1.5 പതിറ്റാണ്ട് മുമ്പുള്ള ജേക്കബ് ജോർജൊക്കെ വരച്ചു വെച്ച സഹപ്രവർത്തകനായ എനിക്ക് പോലും പെട്ടെന്ന് അത് തോന്നിയില്ല. നായകനെയും പ്രതിനായകനെയും ഒക്കെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ശരത്ചന്ദ്ര പ്രസാദിനെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത് മോശമായി. ഇത് എന്നെ കുറിച്ച് പറഞ്ഞു, ശരത്ചന്ദ്രനെ കുറിച്ച് പറഞ്ഞു, റഹീമിന്റെ പേര് പറയാതെ നിങ്ങള് 10 വർഷമായിട്ട് ഒരാള് റഹീമാണ് സ്ഥാനാർത്ഥി. ഞാൻ അതിനൊരു കാരണം പറയട്ടെ. റഹീം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. മാത്രമല്ല റഹീം DYFA സംസ്ഥാന സെക്രട്ടറി ആണ്. അപ്പൊ കേരളമാണ് അദ്ദേഹത്തിന്റെ ഭൂമിക. അഖിലേന്ത്യാ സെക്രട്ടറി ആകുമ്പോൾ എന്തായാലും റഹീം മത്സരിക്കും. ശ്രീരാമഭദ്രൻ ചേട്ടൻ പറ. A+ഉം B+ഉം ഒന്നും ഇല്ലെങ്കിലും A+ വന്നു. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പാലക്കാട്ടും തൃശ്ശൂരും തീർച്ചയായും ത്രികോണ മത്സരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീരാമഭദ്രൻ കോൺഗ്രസ് നേതാവ് കൂടിയാണ്. UDFന്റെയും LDFന്റെയും നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്.
അതായത് LDF-നും UDF-നും അന്തർനാടകങ്ങൾ വെച്ച് പത്മകുമാറിന് നന്നായി സന്തോഷം വരുന്നുണ്ട്. അദ്ദേഹം സന്തോഷിക്കാറായില്ല, എണ്ണുമ്പോഴേ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ രാജേട്ടന്റെ കാര്യത്തിൽ സന്തോഷിച്ചതാ. അന്തർനാടകങ്ങൾ വെച്ച് അണിയറയിൽ സാമുദായിക രാഷ്ട്രീയ മറ്റു പലതും കൊഴുപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് LDF-ഉം UDF-ഉം ശ്രദ്ധിക്കണം. കേരളത്തിൽ നിന്നും ഒരു സംഘി പോകരുത് എന്നുള്ള ഒറ്റ കാരണത്താൽ കേരളത്തിലെ ദലിതരും KDF-ഉം ശക്തമായി അതിനുവേണ്ടി നിലകൊള്ളും. ഓക്കെ, ശ്രീ രാമഭദ്രന് ഒരു അർത്ഥശങ്കയ്ക്കില്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ഈ 4 A+-ൽ ശ്രീ PC ജോർജ് താങ്കളുടെ പക്ഷം ജനപക്ഷം എവിടെയായിരിക്കും? 4 A+-ൽ ഞാൻ A+A ഒന്നും ഞങ്ങളുടെ മുമ്പില്ല. 20 നിയോജക മണ്ഡലത്തിലും വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയും. ഓക്കെ ഓക്കെ. ലാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത, പ്രത്യേകത, പ്രാധാന്യം കേരളം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ചൂണ്ടുവലക. തീർച്ചയായിട്ടും കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളം വർഗീയവൽക്കരിക്കണോ വേണ്ടായോ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയായിരിക്കും ഈ ഇലക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ PC ജോർജ് സാർ പറഞ്ഞതിനകത്തെ ഒരു ധാർമ്മികമായ തെറ്റ് കാര്യം RP ആക്ട് 123-ന്റെ അനുച്ഛേദം പ്രകാരം സുപ്രീം കോടതിയുടെ 7-അംഗ ബെഞ്ചാണ് റിലീജിയനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഇലക്ടറൽ ഓഫീസർ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ സുപ്രീം കോടതിയുടെ വിധിയാണ് പറഞ്ഞത്. അത് ഇവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ശബരിമല വിധി മാത്രം കണ്ടു മറ്റേ വിധി കാണാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും ഇവർ ഏതെങ്കിലും സ്റ്റേജിൽ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം PC ജോർജ് സാറിന്റെ പാർട്ടി ഒരിടത്ത് മത്സരിക്കുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി ഡിസ്ക്വാളിഫൈ ആയി പോകത്തില്ല. അതെ, ഉപയോഗിക്കുന്നതിനനുസരിച്ച്. പക്ഷേ BJP-യുടെ സ്റ്റേജിലാണ് സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൂടാന്ന് നമ്മുടെ ഭരണകൂടമല്ല, വിധിയെ നിങ്ങൾക്ക് എതിർത്തുകൂടാന്നുള്ളതല്ല, പക്ഷെ അതിന് ലംഘിക്കാൻ പറ്റില്ല. ചോദ്യം ഈ ശബരിമല എന്ന് പറയുന്നത് ജാതിയല്ല, മതം പറഞ്ഞല്ലേ ഒരു കമ്മ്യൂണിറ്റിയെ പോളറൈസ് ചെയ്യത്തക്ക രീതിയിലുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉള്ള പുതുതായിട്ട് വന്നൊരു കാര്യമൊന്നുമല്ല. പുതുതായിട്ട് വന്നതാണ്. അന്ന് പറഞ്ഞോട്ടെ, മതത്തെയും ജാതിയെയും ഉപയോഗിച്ചുകൂടാ. ആർക്കും അതിന്റെ പേരിൽ ഇവിടെ ഈ KM ഷാജിയുടെ തെരഞ്ഞെടുപ്പ് അസാധാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് അസാധാക്കിയിട്ടുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം എന്താ, ഞാൻ ഇത് പറഞ്ഞല്ലോ, ഇപ്പൊ ശബരിമല എന്ന് പറയുന്നത് CPM-ന് പേടി തോന്നുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലാലിനോട് എന്ന് പറയട്ടെ, മുത്തലാഖ് നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരായി BJP നിയമം പാസ്സാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അത് ഏത് സമുദായത്തിൽ വേർതിരിവുണ്ടാക്കുന്നതല്ലേ? സമൂഹത്തിന്റെ അല്ലല്ല അവരുടെ സ്വത്തിനൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അത് സമുദായത്തിന്റെ അല്ലേ? ശബരിമല എന്ന് പറയുമ്പോൾ പേടിയുണ്ട്, ചെയ്തു പോയ പൊട്ടത്തിന് ആളുകൾ ചർച്ച ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ആഗ്രഹമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. പക്ഷേ ബീഹാർ ഇലക്ഷന് മുമ്പ് സുപ്രീം കോടതി വിധിച്ചൊരു വിധിയാണ് 100% ഞാൻ എഴുതി വെച്ചിരുന്നു ഇവരുടെ കാൻഡിഡേറ്റ്സ് എല്ലാം ഡിസ്ക്വാളിഫൈ ചെയ്ത് പോകും. 100 ഇവർ ചുമ്മാതെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ല ഇത് പണ്ട് വന്നൊന്നുമല്ല, ബീഹാർ ഇലക്ഷന് മുമ്പ് സുപ്രീം കോടതിയുടെ വിധിയാണ് സാധനം, 7-അംഗ ബെഞ്ചിന്റെ വിധിയാണ്. നിങ്ങൾ ഇതൊന്നും വായിക്കാതെ വന്നിരുന്നിട്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മതത്തിനെ പോളറൈസ് ചെയ്യാൻ ശബരിമല മതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഹിന്ദു സമൂഹത്തെ ഒന്നിച്ചു നിർത്താൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിന് 123 ഇവർ റദ്ദായി പോകും. ഓക്കെ, ശരി. ആര്യ, ഈ ഒരു പാനലിലെ ഏറ്റവും ചെറുപ്പം ഉള്ള ഒരാളാണ്, ഒരുപക്ഷെ പുതിയ ന്യൂ ജനറേഷന്റെ ഒരു വക്താവ് കൂടിയാണ്. നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ശ്രീ PC ജോർജ് അങ്കിള് ഇരിപ്പുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ശരത്തിനെ അങ്കിളത്ത് വിളിക്കാത്തോണ്ട് ശരത്തിന് ഭയങ്കര സന്തോഷമായി. പറയൂ ആര്യ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സ്റ്റേജാണ്. അതും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഈ ശബരിമലയെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതിന്റെ പിന്നിൽ കൂടെ പെട്രോളിന്റെ വില ഉയരുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ യുവാക്കൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. കാരണം അടുത്ത ഇലക്ഷനിൽ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വർഗീയതയ്ക്കെതിരെയായിട്ടാണ് നിൽക്കുന്നത്. അത് കേരളത്തിലെ യുവാക്കൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾക്ക് ശബരിമലയേക്കാൾ ഉപരിയായിട്ട് ജോലി വേണ്ടേ ജീവിക്കാൻ വേണ്ടി? അത് തന്നെ കുറഞ്ഞു പോയ കേരളത്തിലെ യുവാക്കളൊക്കെ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ യുവാക്കൾ തന്നെ എന്ത് ചെയ്യും? അതേപോലെ പെട്രോളിന്റെ വില ഇങ്ങനെ ഉയർന്നു പോവുകയാണെങ്കിൽ ഇനി വരും കാലത്ത് വീട് പണയം വെച്ച് പെട്രോൾ അടിക്കേണ്ട ഒരു ഗതികേടാണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഈ വരുന്ന ഒരു എലക്ഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ വളരെയധികം പ്രത്യേകതകളുണ്ട്. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ പോലും
ഇത്തവണ വളരെയധികം സജീവമാണ്. ട്രോളുകളായിട്ടും രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ട്രോൾ ഇറങ്ങുന്നുണ്ട്. അതേപോലെ സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും കൂടുതലും യുവാക്കളുടെ ശ്രദ്ധ വരുന്നത് എന്താണെങ്കിൽ വർഗീയത, അതേപോലെ പൊളിറ്റിക്കൽ കില്ലിങ്സ്, ഇതിനൊക്കെ എതിരായ ഒരു പീസ്ഫുൾ ആയ ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ നോട്ടയ്ക്കുള്ള ഒരു ചാൻസും കൂടെ ഈ ഇലക്ഷന് വളരെയധികം ഒരു ചാൻസ് ഉണ്ട്. കാരണം പിന്നെ അതായത് ചെറുപ്പക്കാരുടെ ഒരു ശബ്ദമാണ്, ചെറുപ്പക്കാരുടെ ശബ്ദം ആ കൊച്ചിന്റെ ശബ്ദമാണ്. ചെറുപ്പക്കാരുടെ എല്ലാ ചെറുപ്പക്കാരുടെ ആ പിള്ളേരോട് ചോദിക്കണല്ലോ. ഒരു യുവതിയാണ്, ചെറുപ്പക്കാരിയല്ലേ? വളരെ സ്നേഹമുണ്ട് കൊച്ചിനോട്, ആ കുഞ്ഞിനോട് വളരെ സ്നേഹം തോന്നുന്നു. അങ്കിളാണ് അല്ലെങ്കിൽ അല്ലേലും സ്നേഹം. പക്ഷെ പറഞ്ഞതിനകത്തൊരു കുഴപ്പം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോട് പുച്ഛമാണ്. ഞാൻ ഈ നാട് മുഴുവൻ കിടക്കുന്ന കൊച്ചുങ്ങളെ കാണുന്നതിനല്ലേ, ഞാൻ അവിടെ പിള്ളേരെ കൊണ്ടു നടക്കുന്ന വിഷമം എനിക്കറിയാം. ഒരിക്കലും പുച്ഛമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ ഡിസ്ലെക്സിയയുടെ കാര്യം എടുക്കാന്ന് വിചാരിക്കാം. പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കുട്ടികളാണ് അത് കേട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ പുച്ഛിച്ച് ചിരിച്ചു തള്ളില്ലായിരുന്നു. കേരളത്തിലെ യുവാക്കൾ ഒരിക്കലും അത് ചിരിച്ചു തള്ളില്ലായിരുന്നു. അതിന് തക്കതായ മറുപടി കൊടുത്തേനെ. അങ്ങനെ കളിയാക്കാനുള്ള ഒരു കാര്യമല്ല ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഞാൻ പിള്ളേരുടെ അഭിപ്രായത്തോട് എതിർക്കുന്നില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എതിർക്കണം. നീ പിള്ളേർ തെറ്റുപോയ മക്കളെ തെറ്റാന്ന് പറഞ്ഞ അതിലെ കാരണന്മാരുടെ ചുമതല. ഈ കാലത്ത് നമ്മൾ അയ്യോ വളരെ സീരിയസ്. ഒരു 1100 പിള്ളേരെ എന്റെ കൂട്ടത്തില് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മോട്ടോർ സൈക്കിൾ നടന്നത്. എല്ലാം ചെറുപ്പക്കാർ 10, 22, 23 വയസ്സാ. ഏതാ എന്നോടുള്ള പൊളിറ്റിക്സ് ഉള്ളു, വേറെ പൊളിറ്റിക്സ് ഒന്നും ആ പിള്ളേർക്കില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പിള്ളേരോട് ചോദിക്കാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് പിള്ളേർക്ക് അതൊന്നും ഇൻട്രസ്റ്റഡ് അല്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുച്ഛമാണ്. എൻ്റെ ഭയം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് കുഞ്ഞുങ്ങൾ വന്നില്ലെങ്കിൽ വരാൻ പോകുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ അനർഹർ പിടിച്ചടക്കി ഈ രാജ്യത്തിന് ഭരണം കൊണ്ടുപോയാൽ രാജ്യം അവിടെ പോകും. എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വേദനിക്കുന്ന പ്രശ്നമാണ്. ഒരു ചോദ്യമാണ് റഹീം. അതായത് ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, വിശ്വാസം, ആചാരം, മറ്റത് മറിച്ച്. പക്ഷേ അവരെ പോലുള്ള ആ തലമുറ പ്രദാനം ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അവർക്ക് ജോലി വേണം, അവർക്ക് സൗകര്യങ്ങൾ വേണം, അവർക്ക് ആസ്പിറേഷൻസ് ഉണ്ട്. ഇത് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞത് ഇപ്പോൾ വിസിബിളായ ഒരു സമൂഹമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ പറയുന്നത് വളരെ കൃത്യമായ പൊളിറ്റിക്സാണ്. ജോലി ആണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ വലിയ ഇന്ത്യയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക്, ഞാൻ മലയാളിയിൽ തന്നെ ഒരു എപ്പിസോഡിൽ നമ്മളത് ചർച്ച ചെയ്തതാണ്. ആ കണക്ക് പോലും മോദി പൂഴ്ത്തി വെച്ചു. അപ്പോൾ കേരളത്തിൻ്റെ കാര്യമാണ് ഇദ്ദേഹം ചോദിച്ചത്. ഞാനതുകൂടി പറയട്ടെ. പ്രളയം വന്നു, ദുരന്തങ്ങൾ വന്നു, വലിയ പ്രതിസന്ധികൾ വന്നു. നോട്ട് നിരോധനത്തിലൂടെ വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു നാടാണ് കേരളം. GSTയിലൂടെ അതിലേറെ ബുദ്ധിമുട്ടി. എന്നിട്ടും PSC വഴി 1 ലക്ഷം പേർക്ക് നിയമനം കൊടുത്തു 1000 ദിവസത്തിനകം. 20,000 പുതിയ തസ്തിക സൃഷ്ടിച്ചു ഈ കേരളത്തിൽ. ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെ 65 വൻകിട കമ്പനികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് നിസ്സാൻ്റെയാണ്, ഇവിടെ ഈ കഴക്കൂട്ടത്താണ് ആരംഭിച്ചു. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ നിലയിൽ വ്യാപിക്കുന്നുണ്ട്. അത് ഗെയിൽ, ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, ദേശീയ ജലപാത, ഇത്രയും കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിന്റെ അതിനോടൊക്കെ CPC യോജിപ്പുള്ള ആളാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കേരള ശ്രീ PC ജോർജ് ഉൾപ്പെടെ ഇരിക്കുന്ന കേരള നിയമസഭയ്ക്കുള്ളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി രേഖകളെ ഉദ്ധരിച്ചു പറഞ്ഞ മറുപടിയാണ് ഞാനിവിടെ ആവർത്തിച്ചത്. പറയട്ടെ പ്ലീസ് പ്ലീസ്. ഇത് തെറ്റാണ് എങ്കിൽ നിങ്ങൾ തെളിയിക്കുക. എന്തെങ്കിലും പറയാതിരിക്കും പ്ലീസ്. ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടല്ലോ, രാജഗോപാൽ എന്നല്ലേ പേര്. നിങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തതല്ലോ കേരള നിയമസഭ. പത്മകുമാറിന്റെ മൂപ്പരോട് അത്ര പറ്റിയില്ല. ഒരു മെമ്പർക്ക് 140 അംഗങ്ങളുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ രാജേട്ടൻ ശക്തനായി നിന്നുള്ളൂ. അന്ന് PC ജോർജ് അടുത്തിരുന്നുകൊണ്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി. ഇപ്പോ കേന്ദ്രത്തിൽ എന്തുകൊണ്ടാണ് തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നത്? അത് കോൺഗ്രസും അതിന് ഉത്തരവാദികളാണ്.
ഇപ്പോൾ ഉദാഹരണം എടുക്കുക, തിരുവനന്തപുരം എയർപോർട്ട് ഉൾപ്പെടെ 5 എയർപോർട്ടുകൾ വിൽപ്പനയ്ക്ക് വെച്ചു. തിരുവനന്തപുരത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ഇവർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. നീതി ആയോഗിന്റെ പുതിയ കണക്ക് പ്രകാരം കംപ്ലീറ്റ് ആയിട്ട് നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 75 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ ചെയ്യണമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പ്രപ്പോസൽ. ഈ നിലയിൽ പോയാൽ എന്താകും? ബദൽ ചേട്ടൻ നോക്ക്, ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 3,40,000 കുട്ടികൾ പള്ളിക്കൂടങ്ങളിലേക്ക് മടങ്ങിയെത്തി. അതിന്റെ അർത്ഥം എന്താ? ആ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർക്കും ഇനി ജോലി നഷ്ടപ്പെടില്ല എന്നാണ്. UDF ആണ് കേരളം ഭരിച്ചിരുന്നത് എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കുക. ഏതെങ്കിലും പള്ളിക്കൂടം ഗതി പിടിക്കും. അപ്പൊ ഇനി പുതിയ തൊഴിലവസരങ്ങൾ 20,000 തസ്തിക സൃഷ്ടിച്ചതിൽ 4,000-ലധികം തസ്തിക സൃഷ്ടിച്ചത് വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം. ഇദ്ദേഹം വലിയ കാര്യത്തില് എയർപോർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. എയർപോർട്ട് അദാനിക്കാണ്. അല്ലല്ല, അദാനിക്ക് ബിഡ് കൊടുത്തിട്ട് ഇവർ പറഞ്ഞല്ലോ സിയാലിന് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. സിയാൽ ഈ ടെൻഡറിൽ എവിടെയാ പങ്കെടുത്തത്? കേരളത്തിൽ ഭംഗിയായിട്ട് നടത്തുന്നു എന്ന് ഇവർ പറയുന്ന സിയാല് തിരുവനന്തപുരം എയർപോർട്ടിന് ബിഡ് കൊടുക്കാതെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ടെൻഡറിൽ പങ്കെടുത്തും മംഗലാപുരം എയർപോർട്ടിന് പോയത് എന്താ ഈ ഗവൺമെന്റ് ഇവിടെ കൊടുക്കാത്തത്? സിയാലിനെ കൊണ്ട് തിരുവനന്തപുരത്ത് ബിഡ് കൊടുപ്പിക്കാതെ ഈ സ്വകാര്യവൽക്കരണത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ 96-ലെ നിങ്ങളുടെ NF ഗവൺമെന്റിൽ, നാഷണൽ ഫണ്ട് ഗവൺമെന്റില് നിങ്ങളുടെ യെച്ചൂരിയും ചിദംബരവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ. റിപ്പോർട്ട് കൊടുത്താലോ? കൊടുത്ത റിപ്പോർട്ടില് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ ഞങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ കമ്മീഷൻ ഉണ്ടാക്കി. കമ്മീഷൻ എന്താ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ ഉണ്ടാക്കണം നിർദ്ദേശം കൊടുത്തു. അതവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടായിരുന്നു, കെൽടെക്. അറിയാമല്ലോ, അവർക്കറിയാമല്ലോ. ഈ കെൽടെക്കിനെ കൊണ്ട് ഇപ്പൊ ആരുടെ കയ്യിലാണ്? ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ അന്ന് ആരാണ്? എളമരം കരീമാണ് ഒപ്പിട്ടത്. കേരളത്തിലെ വ്യവസായ മന്ത്രിയാര് അവർക്ക് ആദ്യം ഇതിലേക്ക് നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. DRDOയെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് ബാലകൃഷ്ണനെ കൊണ്ടൊരു നോട്ടിഫിക്കേഷൻ ഇറക്കി. 1 രൂപയ്ക്ക് 200 കോടി രൂപയുടെ വസ്തു 1 രൂപയ്ക്ക് DRDOയെ കൊണ്ടെടുക്കാൻ. DRDO പറഞ്ഞു ഞങ്ങൾ ഉത്പാദന മേഖല എടുക്കൂല, ഞങ്ങൾക്ക് റിസർച്ച് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കൊടുത്തത് ആർക്കറിയാം? ബ്രഹ്മോസ് എന്ന് പറഞ്ഞ ഈ ബ്രഹ്മോസ് 49.5% റഷ്യയിലെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഇറീവോക്കബിൾ എഗ്രിമെന്റ്, തിരിച്ചെടുക്കാൻ പറ്റില്ല. 49.5 50.5 ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ 51 ആയാൽ ഗവൺമെന്റ് ആയി പോകും. അതുകൊണ്ട് ഈ കെൽടെക്കിന് 200 കോടി രൂപയെ ഒരു റഷ്യയിലെ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കൊടുത്തിട്ടാണ് ഇവിടെ വന്നിരുന്ന് പറയണത്. ഞാൻ ഈ കെൽടെക് ആണെങ്കിലും ട്രിവാൻഡ്രം എയർപോർട്ട് ആണെങ്കിലും എന്റെ സ്ഥലമാണ്. ട്രിവാൻഡ്രം എയർപോർട്ട് ഇരിക്കുന്ന ഞാൻ താമസിച്ചത്, ഞാൻ MLA ആയിരുന്നു താമസിച്ചത്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ ടെർമിനൽ ബിൽഡിംഗ്. അതുമായി ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായി, അതുകൊണ്ട് ഞാൻ മിണ്ടായിരുന്നത്, എത്രയോ വർഷങ്ങളായി നടക്കുന്ന സമരങ്ങളിലും പ്രശ്നങ്ങളിലും ഞാനും അതിനകത്ത് പങ്കാളിയാണ്. ഇതിനകത്ത് ട്രിവാൻഡ്രം എയർപോർട്ട് ലാഭത്തിൽ ഓടുന്ന ഒരു എയർപോർട്ടാണ്. വളരെ കോടിക്കണക്കിന് രൂപ, ഒരു 150 കോടിയോളം ലാഭത്തിൽ ഓടുന്ന എയർപോർട്ട്. ആ എയർപോർട്ട് ഇപ്പോൾ സ്വകാര്യ വ്യക്തി കൊടുക്കേണ്ട കാര്യം. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ വീടൊക്കെ എടുത്തിട്ടാണ് ഇത് ഗവൺമെന്റ് വികസനം. ഞാൻ MLA ആയിരുന്നപ്പോൾ എയർപോർട്ട് വികസനം നടക്കുന്നില്ല എന്ന പരാതി പത്രത്തിൽ കൂടെ ട്രാവൽ ഏജൻസി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി എഴുതുന്ന കണ്ണൻ എഴുതി കൊടുത്തു, ഞങ്ങളുടെ വീട് തരാൻ തയ്യാറാണ്. ഇപ്പോ ഇനി ചേർത്ത് പറഞ്ഞു, നിങ്ങളെ പോലെ ഒരുപാട് നമ്മളെ പോലെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമി എടുത്താണല്ലോ വിഴിഞ്ഞം, നിങ്ങൾ എന്തിനാ അദാനി കൊടുത്തത്? പറയട്ടെ, ഞാൻ ഇത് പറഞ്ഞോട്ടെ. ഇത് കേട്ടോ, ഇത് ഇനിയും ട്രിവാൻഡ്രം എയർപോർട്ടിൽ 10, 16, 18 ഏക്കർ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ഇത് സ്വകാര്യ കമ്പനികൾക്ക് ട്രിവാൻഡ്രം എയർപോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭൂമി ഇനി എടുക്കരുത്, ഞങ്ങളുടെ ഭൂമി പിടിച്ച് സ്വകാര്യ വ്യക്തികൾ കൊടുക്കരുത്, ഗവൺമെന്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു MP ഉണ്ട്,
അദ്ദേഹം ആവശ്യപ്പെട്ട മാത്രമേ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളും സ്വകാര്യവൽക്കരിച്ച് തുടങ്ങുന്ന പാർട്ടി ആരാ? കോൺഗ്രസ് ആണ്. അത് ബി ജെ പി തുടരുന്നു. ഇവിടെ റഹീം പറഞ്ഞതിനെ സംബന്ധിച്ച തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളത്തിലെ കാര്യം കറക്റ്റ് അല്ല. ഇന്ത്യ അവിടെ നിൽക്കട്ടെ, നമ്മൾ കൊച്ചു കേരളം നോക്കാം. ഇടതുപക്ഷ ഭരണം നടക്കുന്ന സമയം 3 കൊല്ലമാകുക. കഴിഞ്ഞ വർഷം 6.6 ആയിരുന്നു ഈ തൊഴിലില്ലായ്മയുടെ വർധനവ്. ഈ വർഷമായപ്പോൾ അത് ഇന്ത്യ അവിടെ നിൽക്കട്ടെ, കേരള അല്ല ഇന്ത്യയിലാണ് കേരളത്തില് 7.4 ആയി വർധനവ്. കേരളത്തില് കേരളത്തിന്റെ കാര്യത്തിലേക്ക് സ്പെസിഫിക് സഹോദരി നമ്മുടെ ചർച്ച ഇതിലേക്ക് ഒതുങ്ങരുത്. തൊഴിലായ്മയെ കൂടെ ആ സഹോദരി പറഞ്ഞതനുസരിച്ചാണ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ വിമാനത്താവളം സംബന്ധിച്ച് ഒരു കാര്യം പറയാം. നമ്മൾ ഒളിച്ചു വെക്കേണ്ടാത്ത കാര്യം പറയാം. വിമാനത്താവളം തിരുവനന്തപുരം ലാഭമായിട്ടും അത് വല്ലവരും മുതലാളി കൊടുക്കാൻ നിൽക്കുക. മംഗലാപുരത്ത് നമ്മൾ പോയി ബെഡും ചെയ്യുക. എന്താ കാര്യം? കണ്ണൂർ വിമാനത്താവളമുണ്ട്. കണ്ണൂർ അല്ല കണ്ണൂർ വിമാനത്താവളത്തിലാണ് സ്നേഹമുണ്ട്. മംഗലാപുരത്തുമായി എയർപോർട്ട് നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആകെ കൊടുക്കാൻ ഇന്ത്യൻ പാർലമെന്റ് കൊടുക്കാനുള്ളൂ. ബി ജെ പിയുടെ മെമ്പർ പറയുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ഇപ്പം പറഞ്ഞ പ്രോഫിറ്റിൽ ഓടുന്ന എയർപോർട്ടിനെ ഡിസ്ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് ഇവരുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റ് ആണ്. ഇവരുടെ കമ്മി മാനേജ് ചെയ്യാൻ ഇവർക്ക് അറിയാൻ വയ്യാതെ എക്സ്പെൻഡിച്ചർ കൂടി നോട്ട് നിരോധനം വരെ വന്ന അതിന്റെ എക്സ്പെൻഡിച്ചർ കൂടി കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് മാനേജ്മെന്റിനാണ് ഈ സാധനം നടത്തുന്നത്. ഇതിന്റെ എക്കണോമിക്സ് അറിയാൻ വയ്യാത്തവരല്ല. ഒരു മിനിറ്റ് പത്മകുമാറെ, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായി പറയാൻ പറ്റുന്നത് എനിക്കാണ്. ഞാൻ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനമായിരിക്കുമ്പോഴാണ് അതൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അന്ന് അരുൺ ഷൂറി വിറ്റ ഹോട്ടലുകളുടെ കണക്കൊക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആദ്യം തുടങ്ങിയപ്പോൾ ശ്രീ പി സി ജോർജിന് അറിയാവുന്ന പോലെ നഷ്ടത്തിലോടുന്ന പൊതുമേഖല ഒഴിവാക്കാൻ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചോദിച്ചത്. ഈ അടുത്ത കാലത്ത് പറയുന്ന ഈ കൊച്ചിൻ എയർപോർട്ടിന് ഇന്റർനാഷണൽ ടെൻഡർ വിളിച്ചതാരാ? നയനാര കാലത്തല്ലേ? എന്നിട്ട് അന്ന് സുപ്രീം കോടതി ഇടപെട്ടോട്ടോ അല്ലെ ഇപ്പൊ സിയാലായത്? വിദേശ നടത്തൂലേ? കൊച്ചി എയർപോർട്ടിനെ ഈ ചർച്ച ഒരു എയർപോർട്ടിലേക്ക് ചുരുക്കുന്നതിനോട് എനിക്ക് റഹീം ഉന്നയിച്ച ഗൗരവമുള്ള ഒരു ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയെ തിരുവനന്തപുരത്തെ ഒരു വിമാനത്താവളത്തിന്റെ മുറ്റത്തിട്ട് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ 22.5% സംവരണമുള്ള സമൂഹമാണ് പട്ടികജാതി പട്ടികവർഗക്കാർ. ആ 22.5% സംവരണം കിട്ടേണ്ട സമുദായത്തിന് 5% പോലും സംവരണം കിട്ടുന്നില്ല. കാരണം സംവരണം കൊടുക്കാൻ സ്ഥാപനങ്ങളില്ല. ആ മുഴുവൻ സ്ഥാപനങ്ങളും വിറ്റഴിച്ചു, സ്വകാര്യവൽക്കരിച്ചു, സർവേ എണ്ണവും തകർത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പടുത്തുയർത്തിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നശിപ്പിച്ച് വെണ്ണീറാക്കി. ഇന്ത്യയുടേതെന്ന് പറയാൻ ഒന്നുമില്ല.
അദാനിയെ പോലുള്ള ശതകോടീശ്വരന്മാരുടെ സ്ഥാപനങ്ങളെ ഉള്ളു. ഇന്ത്യ അവരുടേതാക്കി മാറ്റി. ഞങ്ങൾ ശേഷം ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾ വന്നതിന് ശേഷമാണ് അദാനി വലിയ ആളായെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷമാണെങ്കിൽ ഇപ്പൊ അയാൾക്ക് 4 വയസ്സേ അല്ല, ആര് വേണേലും വന്നോട്ടെ. നരസിംഹറാവുവിന്റെ കാലത്ത് തുടങ്ങിയാണ്, ഉദാരവൽക്കരണ നയങ്ങളുടെ കാലത്ത് തുടങ്ങിയാണ്. എല്ലാവരും പിന്തുണ ഓക്കെ പ്രഭാഷ്, ഈ പറയുന്ന ആള് പറയട്ടെ, ഈ വലിയ സാമ്പത്തിക ചൈന 78 ഇതെല്ലാം നടപ്പിലാക്കി. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം ഇതേ കാര്യങ്ങളെല്ലാം ഒരു മിനിറ്റ്, ആ കാര്യത്തിൽ ഞാൻ പത്മകുമാറിന്റെ അഭിപ്രായത്തോട് ചോദിക്കുകയാണ്. അതായത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരിക്കുന്ന കാലത്ത് തുടങ്ങി വെച്ച ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് വൻതോതിലുള്ള സ്വകാര്യവൽക്കരണവും വിറ്റഴിക്കലും വന്നത്. ആ വിറ്റഴിക്കലും ബിജെപി ഗവൺമെന്റാണ്. ജോലിയില്ലാത്ത ജനങ്ങളെ സൃഷ്ടിച്ചത് ബിജെപി ഗവൺമെന്റാണ്. ഓക്കെ പ്രഭാഷ്, അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, അതായത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ എന്നുള്ള ആശയം നമുക്ക് ഈ പറഞ്ഞ ശ്രീ രാമഭദ്രൻ അദ്ദേഹം പ്രദാനം ചെയ്യുന്ന വലിയൊരു വിഭാഗത്തിന്റെ മനസ്സിലെ ഉത്കണ്ഠകളും ആഗ്രഹിയാണ് മുന്നോട്ട് വെച്ചത്. ശ്രീ പി സി ജോർജ് പെട്ടെന്ന് ഉൾക്കൊണ്ടു. അദ്ദേഹം ഒരു വിശാല ഹൃദയരായതുകൊണ്ട് അത് ശരിയെന്ന് എന്നോട് പറയുകയും ചെയ്തു. അല്ലേ ശ്രീ രാമഭദ്രൻ പറഞ്ഞത് ശരിയാണെന്ന്? എന്നെ സ്നേഹിച്ച് കൊല്ലുക. ശ്രീ പ്രഭാഷ്, അതായത് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പത്മകുമാർ പ്രദാനം ചെയ്യുന്ന BJPയെ ചെക്ക്മേറ്റ് ചെയ്യാനുള്ള പ്രതിപക്ഷ നിരയുടെ ഒരു ദൗർബല്യം. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതായത് ഒരു 150 സീറ്റ് 200ഓളം സീറ്റിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സചേതനമായ സഖ്യം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. 80 സീറ്റ് ലോക്സഭയിലേക്ക് പ്രദാനം ചെയ്യുന്ന UP പ്രസാദിന്റെ കോൺഗ്രസ് എന്ന് മാത്രം പറയല്ലേ, എന്റെയും കൂടെ കോൺഗ്രസ് ആണ്. ഓക്കെ തന്നെ കുറച്ച് രാമഭദ്രൻ ചേട്ടൻ തന്നു, പക്ഷെ കുറച്ചധികം അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് കുഴപ്പം കുറച്ച് കൊടുക്കുക. എന്താ കാരണം അദ്ദേഹം അടുത്ത കാലത്തായിട്ട് കുറച്ചങ്ങോട്ട് മാറി. അതുകൊണ്ടാണ് ഡോക്ടർ പ്രഭാഷ്, അതായത് BJP അധികാരഭ്രഷ്ടമാക്കാൻ വേണ്ടി നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിന് ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ പാതിയോളം സീറ്റുകളിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് ഒരുപക്ഷെ പത്മകുമാർ ഒരുപക്ഷെ വിജയപ്രതീക്ഷ കാണുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ BJPക്ക് എതിരായിട്ടുള്ള ഒരു മത്സരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ് മുൻകൈ എടുത്തുകൊണ്ട് പരമാവധി കക്ഷികളെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷ നിര ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഉത്തർപ്രദേശിലായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളിലായാലും ശരി തന്നെ ഒരു ട്രൈപോളാർ ആകുമ്പോൾ BJP ജയിക്കാനുള്ള ഇന്നത്തെ അവസ്ഥയിൽ കാരണം BJP ഡോമിനന്റ് കക്ഷിയാണ്. അപ്പോൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു ഈ പൊസിഷനിൽ. അല്ല, പണ്ട് നമ്മളെന്തിനാ പണ്ട് കോൺഗ്രസ് ആയിരുന്നു ആ ഡോമിനന്റ് പൊസിഷനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിൽ സ്പ്ലിറ്റ് ഉണ്ടായപ്പോൾ കോൺഗ്രസിന് അതിന്റെ ആനുകൂല്യം കിട്ടി. ഇപ്പോൾ ആ സീറ്റിലിരിക്കുന്നത് BJP ആണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നിരയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലമായിട്ട് പോകുന്നത് BJPക്കാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ചാണ് രാജീവ് ഗാന്ധിക്ക് ആശയെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആശങ്കയെങ്കിൽ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ നെഹ്റുവിന്റെ ലെഗസിയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ആശയമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ചെയ്യേണ്ടത് ഈ പ്രതിപക്ഷ നിരയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമമാണ്.